Welcome back to my YouTube channel, My Easy Class. ഇത് ബേസിക് സയൻസ് ക്ലാസ് 5ന്റെ ചാപ്റ്റർ 1 ആയിട്ടുള്ള ദ ചെയിൻ ഓഫ് ലൈഫിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. പാർട്ട് 3 ആണ് ലാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോയും കൂടിയും വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സോ ഇതിൽ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ കൂടെ ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ടെക്സ്റ്റിൽ കാണുന്ന ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പിഗ്മെന്റ്സ് ആണ്. ഇതിന് തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പിഗ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ക്ലോറോഫിൽ എന്നാണ് ആ പിഗ്മെന്റിന്റെ പേര്, അല്ലെ? ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണെന്നും അത് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് കൂടെയാണ് ക്ലോറോഫിൽ എന്ന് ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ പഠിച്ചിരുന്നു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. അത് ലീവ്സിലാണ് കാണുന്നത്. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടെയാണ് ക്ലോറോഫിൽ ഗ്രീൻ കളർ പ്ലാന്റ്സിന് നൽകുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റിന്റെ കൂടെ മറ്റ് കളേഴ്സ് നൽകുന്ന പിഗ്മെന്റ്സിന്റെ പേര് കൂടെ പഠിക്കുന്നുണ്ട്. സോ ടോട്ടൽ 4 പിഗ്മെന്റ്സും അവർ നൽകുന്ന കളേഴ്സും ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, സോ വായിക്കാം. Can you see flowers and leaves in different colors? You have seen that the reason for the green color is chlorophyll. Okay, green color കിട്ടാനുള്ള കാരണം ഏതാണെന്നാണ് പറയുന്നത്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. Haven't you? What are the pigments that cause other color? മറ്റ് കളേഴ്സ് നൽകുന്ന പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? ഓക്കെ, സോ ക്ലോറോഫിൽ ഗ്രീൻ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഗ്രീൻ കളർ പ്ലാന്റ്സിന് നൽകുന്നതാണ്. അതുപോലെ സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് യെല്ലോ കളർ നൽകുന്ന പിഗ്മെന്റ് ആണ്. സാന്തോഫിൽ യെല്ലോ കളർ നൽകുന്ന പിഗ്മെന്റ് ആണ്. കെരോട്ടിൻ എന്ന് പറയുന്നത് ഓറഞ്ച് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ്. ദെൻ ആന്തോസയാനിൻ റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ്. ഓക്കെ, ഇവിടെ ഇത് പഠിക്കാൻ ഒരു ക്ലൂ ഉണ്ട്. നിങ്ങൾ ഇത് കാര്യമായിട്ട് തന്നെ നോക്കണം. കാരണം മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, പിഗ്മെന്റ്സ് ഒരു സൈഡിലും മറ്റേ സൈഡിൽ കളേഴ്സും തന്നിട്ട് മാച്ച് ചെയ്യാനൊക്കെ വരും. സോ ഇത് ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഗ്രീൻ ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിന്റെ കൂടെ ബാക്കിയുള്ളവരെ പഠിക്കാനുള്ള ഒരു ക്ലൂ തരാം. സാന്തോഫിലിന്റെ സ്റ്റാർട്ടിങ് എക്സ് ആണല്ലേ? നിങ്ങൾ ആൽഫബറ്റ്സിൽ ABCD പറയുമ്പോൾ XYZ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എക്സ് കഴിഞ്ഞാൽ Y ആണ് പറയാ, അത് കഴിഞ്ഞാൽ നിങ്ങൾ Z പറയും, XYZ. സോ ഇവിടെ എക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സിന്റെ അപ്പുറത്ത് വരുന്നത് Y ആണ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, സാന്തോഫിൽ യെല്ലോ. ഓക്കെ, സോ ഈ ഒരു ക്ലൂ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പിഗ്മെന്റും അത് നൽകുന്ന കളറും മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കെരോട്ടിൻ വിച്ച് ഗീവ്സ് യെല്ലോയിഷ് ഓറഞ്ച്. യെല്ലോയിഷ് ഓറഞ്ച് നൽകുന്ന ഒരു കളറാണ്, ഒരു പിഗ്മെന്റ് ആണ് കെരോട്ടിൻ എന്ന് പറയുന്നത്. സോ ക്യാരറ്റിനെ വെച്ച് പഠിക്കാം. ഓക്കെ, ക്യാരറ്റിന്റെ കളർ എന്താണ്? ഒരു ഓറഞ്ച് ആണ് അല്ലെ? സോ കെരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഒരു ഓറഞ്ച് കളർ ഓർ യെല്ലോയിഷ് ഓറഞ്ച് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു പിഗ്മെന്റ് ആണ് ആന്തോസയാനിൻ. ഇവിടെ നിങ്ങൾ ആൻഡിന് ഓർക്കാം. ഓക്കെ, ആൻഡ് കടിച്ചു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കൈമയാണ് കടിച്ചതെങ്കിൽ റെഡ് കളർ ഒക്കെ ആവും അല്ലെ? സോ ആ ഒരു കാര്യം റിലേറ്റ് ചെയ്ത്, ആ ഒരു ക്ലൂ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആന്തോസയാനിൻ എന്ന് പറയുന്നത് റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് ആണെന്ന് ക്ലിയർ ആണ്. സോ നമ്മൾ ഒന്നും കൂടി പറയാണ്, പിഗ്മെന്റ്സും അവർ നൽകുന്ന കളേഴ്സും ആണ് നമ്മൾ പറഞ്ഞത്. ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് എന്ത് കളർ നൽകുന്നതാണ്? ഗ്രീൻ കളർ നൽകുന്ന പിഗ്മെന്റ് ആണ്. ക്ലോറോഫിൽ വിച്ച് ഗീവ്സ് ഗ്രീൻ കളർ ടു ദ ലീവ്സ്. ലീവ്സിന് ഗ്രീൻ കളർ നൽകുന്നു. അതുപോലെ സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് യെല്ലോ കളർ നൽകുന്നു. ഓക്കെ, അത് പഠിക്കണമെങ്കിൽ ഉള്ള ഒരു ക്ലൂ ആണ് എക്സ്. നമ്മൾ ആൽഫബറ്റ്സ് പറയുമ്പോൾ XYZ ആണ് അല്ലെ? ലാസ്റ്റ് എക്സ് കഴിഞ്ഞാൽ Y ഫോർ യെല്ലോ. ഓക്കെ, സോ സാന്തോഫിൽ യെല്ലോ കളർ. ദെൻ കെരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് നൽകുന്ന കളറാണ് ഓറഞ്ച്. ഓക്കെ, സോ ഇവിടെ കെരോട്ടിൻ എന്ന് പറയുന്ന ഇവിടെ കെരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് നൽകുന്ന കളറാണ് ഓറഞ്ച്. ഓക്കെ, ക്യാരറ്റ് വിച്ച് ഗീവ്സ് ഓറഞ്ച് കളർ. ക്യാരറ്റിന്റെ കളർ എന്താണ്? ഓറഞ്ച് ആണ്. അപ്പോൾ യെല്ലോയിഷ് ഓറഞ്ച് ആണ് കെരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് നൽകുന്ന കളർ. ലാസ്റ്റ് വരുന്നതാണ് ആന്തോസയാനിൻ. ഇവിടെ നിങ്ങൾ ആൻഡിനെ ഓർക്കാം. ഓക്കെ, ആൻഡ് കടിച്ചു കഴിഞ്ഞാൽ ഒരു റെഡ് കളർ ആവില്ലേ? സോ ആ ഒരു ആൻഡ് എന്ന് പറയുന്നത് റെഡ് കളറിനോട് നിങ്ങൾ യോജിപ്പിച്ച് പഠിക്കുക. ഓക്കെ, സോ ആന്തോസയാനിൻ വിച്ച് ഗീവ്സ് റെഡ് കളർ. ഓക്കെ,
സോ അങ്ങനെ 4 പിഗ്മെന്റ്സ് ഏതാണെന്നും അത് നൽകുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ഗാസിയസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിൽ വരുന്ന ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് ആണ് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കുറെ പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് പഠിക്കുന്നതിന് മുൻപ് നെക്സ്റ്റ് സ്ലൈഡിൽ ഉള്ള 2 ഇമേജ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. സോ ഇവിടെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് ഇത് അല്ലെ, റെസ്പിറേഷൻ. എന്താണ് റെസ്പിറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു ഹ്യൂമൻ കാണുന്നുണ്ട്, ഒരു ഹ്യൂമന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോയ് ഇപ്പോഴും അല്ലെങ്കിൽ നമ്മളായാലും ഇപ്പോഴും എന്താണ് റെസ്പിറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഓക്സിജൻ അകത്തേക്ക് എടുത്ത് ഉള്ളിലേക്ക് ഓക്സിജൻ എടുത്ത് പുറത്തേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻസ് ആൻഡ് അനിമൽസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് റെസ്പിറേഷൻ. ഇതേ റെസ്പിറേഷൻ തന്നെ ആരിലും നടക്കുന്നുണ്ട്? പ്ലാന്റ്സിലും നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ദിസ് റെസ്പിറേഷൻ ഹാപ്പൻസ് ഇൻ ദ പ്ലാന്റ്സ് ടു. ഓക്കെ, പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സെയിം കാര്യം തന്നെയാണ് പ്ലാന്റ്സിലും. അതായത് ഓക്സിജൻ അകത്തേക്ക് വരികയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ബോത്ത് ഹ്യൂമൻസിലായിക്കോട്ടെ പ്ലാന്റ്സിലായിക്കോട്ടെ ഓക്സിജൻ അകത്തേക്ക് വരികയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി പ്ലാന്റ്സിൽ ഈ ഒരു റെസ്പിറേഷൻ കൂടാതെ എന്ത് പ്രോസസ്സ് കൂടെ നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടെ നടക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അവിടെ എന്താ നമ്മൾ പഠിച്ചത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നു, അതിന്റെ കൂടെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു എന്നാണ് പഠിച്ചത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ, ഫോട്ടോസിന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്യുന്നു, അതിന്റെ കൂടെ സൺലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി ഫുഡ് പ്ലാന്റ് പ്രിപ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ അവിടെ റിലീസ് ചെയ്യുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ. കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കുകയും ഓക്സിജൻ ആണ് പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയല്ലേ ഇവിടെയും പഠിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും രണ്ടും പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. ഹ്യൂമൻസ് ഓർ അനിമൽസിൽ എന്താണ് റെസ്പിറേഷൻ മാത്രമാണ് നടക്കുന്നത്. പ്ലാന്റ്സിൽ എന്താണ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും നടക്കുന്നുണ്ട്. ഇനി ഇത് ഏത് സമയത്ത് നടക്കുന്നു? പകലാണോ രാത്രിയാണോ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫോട്ടോസിന്തസിസ് നമ്മൾ കഴിഞ്ഞ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫോട്ടോസിന്തസിസ് ഡേ ടൈമിലാണ്, സൺലൈറ്റ് വേണം ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ. സോ അവിടെ എന്ത് വേണം? സൺലൈറ്റ് ആവശ്യമാണ്. സോ അത് ഡേ ടൈമിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൺലൈറ്റ് ആവശ്യമാണ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെസ്പിറേഷൻ. സോ അവിടെ നൈറ്റ് ഡാർക്ക്നെസ്സിലായാലും നടക്കും. സോ ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്താവശ്യമാണ്? സൺലൈറ്റ് ആവശ്യമാണ്. റെസ്പിറേഷന് നടക്കുന്നത് നൈറ്റ് ടൈമിലാണ്. ഓക്കെ, സോ ആ ഒരു പോയിന്റും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സ്ലൈഡ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു സ്ലൈഡ് ക്ലിയർ ആയിട്ടുള്ളവർക്ക് ഇത് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ശരിയാണോ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് അല്ലെ, ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. ഇങ്ങോട്ടാണ് എയർ പോകുന്നത് അല്ലെ. നെക്സ്റ്റ് വരുന്നത് റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു. അതായത് റെസ്പിറേഷൻ ഏതിലും നടക്കുന്നുണ്ട്? പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. ഓൾ ലിവിംഗ് ബീയിങ്സ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. എല്ലാ ലിവിംഗ് ബീയിങ്സും റെസ്പിറേഷന്റെ സമയത്ത് എന്താണ് ഉപയോഗിക്കുന്നത്? യൂസ് ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ആസ് എ റിസൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ റെസ്പിറേഷന്റെ സമയത്ത് ഓക്സിജൻ ഉപയോഗിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കൂ, ഇപ്പൊ നമുക്കൊന്ന് നോക്കാം. റെസ്പിറേഷന്റെ സമയത്ത് ഓക്സിജൻ യൂസ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഓക്സിജൻ ആണ് യൂസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
Okay. Next point, animals release carbon dioxide. Carbon dioxide produced as a result of respiration by plants is used for photosynthesis during the daytime. അതായത് രാത്രി ഒരു പ്ലാന്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, നൈറ്റ് ടൈമിൽ ഒരു പ്ലാന്റ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. നേരം വെളുക്കുന്നു, ആ കാർബൺ ഡൈ ഓക്സൈഡ് അതേ പ്ലാന്റ് ഫോട്ടോസിന്തസിസിനായി ഉപയോഗിക്കുന്നു. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പകല് സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് ആണ് നടക്കുന്നത്. രാത്രി സമയത്ത് റെസ്പിറേഷൻ ആണ്. സോ രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്ലാന്റ് റിലീസ് ചെയ്യുന്നു. അതേ കാർബൺ ഡൈ ഓക്സൈഡ് പകലാകുമ്പോൾ ആ പ്ലാന്റ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റ്. ദ നെക്സ്റ്റ് പോയിന്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസിനായിട്ട് പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിൽ യൂസ് ചെയ്യുന്നു. Then air enters the plant through a special microscopic pores. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിക് പോർ ഉണ്ട്. അതായത് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ഓട്ടകൾ. അത് നമ്മുടെ ലീവ്സിൽ കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഓക്കെ, സ്റ്റൊമാറ്റ എന്നാണ് അതിനെ പറയാം. സോ അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ഹ്യൂമനെ സംബന്ധിച്ച് മൂക്കിലൂടെ നമ്മൾ എയർ അകത്തേക്ക് എടുക്കും. അതുപോലെ ഒരു ലീവ്സിനും എയർ അകത്തേക്കും പുറത്തേക്കും ഒക്കെ വരാൻ ഒരു ഹോള് വേണം, ഒരു പോർ വേണം. ആ ഒരു മൈക്രോസ്കോപ്പിക് പോറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഓക്കെ, ലീവ്സിൽ കാണുന്നതാണ് സ്റ്റൊമാറ്റ. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോത്ത് സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജന്റെ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് ബോത്ത് ഹ്യൂമൻസ് ഓർ എനിമൽസിലും പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. എനിമൽസിലും പ്ലാന്റ്സിലും നടക്കുന്ന ഒരു പ്രോസസ് ആണ് റെസ്പിറേഷൻ. അവിടെ നടക്കുന്നത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ബോത്ത് ഇവിടെ ആയാലും ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. ഇനി പ്ലാന്റ്സിന് രണ്ട് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. ഒന്ന് റെസ്പിറേഷനും മറ്റത് ഫോട്ടോസിന്തസിസും. റെസ്പിറേഷൻ നടക്കുന്നത് രാത്രിയാണ്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത് പകലാണ്. ഫോട്ടോസിന്തസിസിൽ റെസ്പിറേഷനിൽ നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് നടക്കുന്നത്. അതായത് ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് വരികയും ഒരു പ്ലാന്റ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുകയും അതുവഴി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ റെസ്പിറേഷൻ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കാനുള്ളത്. ഇനി ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫോട്ടോസിന്തസിസ് പകലാണ് നടക്കുന്നത് എന്ന് ഓർക്കണമെങ്കിലുള്ള ഒരു പോയിന്റ് ആണ്, ഒരു ക്ലൂ ആണ്. ഫോട്ടോ രാവിലെ എടുത്താലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. നല്ല സൂര്യപ്രകാശത്ത് നമ്മൾ ഫോട്ടോ എടുത്താലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ ഫോട്ടോസിന്തസിസ്, ഫോട്ടോ എന്നുള്ള വാക്ക് സൺലൈറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് പകലാണ്, അതായത് സൺലൈറ്റ് ഉള്ളപ്പോഴാണ് എന്നുള്ളത് ഓർക്കാം. ഓക്കെ, സൺലൈറ്റ് മസ്റ്റ് ആണ് ഫോട്ടോസിന്തസിസിന്. ഒരു പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു പ്രോസസ് ആണല്ലോ ഫോട്ടോസിന്തസിസ്. സോ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺലൈറ്റ് ആവശ്യമാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക് ആണ് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. ഈവൻ നമ്മളുടെ ചുറ്റും കാണുന്ന കുറെ പ്ലാന്റ്സ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവര് കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിക്കും. എപ്പിഫൈറ്റ് എന്താണെന്നും സെമി പാരസൈറ്റ് എന്താണെന്നും ടോട്ടൽ പാരസൈറ്റ് എന്താണെന്നുമാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എപ്പിഫൈറ്റിനെ പറ്റി പഠിക്കാം. സോ ആരാണ് എപ്പിഫൈറ്റ്സ്? അതിന് എക്സാമ്പിൾ എന്താണ്? സോ ഇവിടെ എക്സാമ്പിൾ ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും. ഓർക്കിഡ്, അതുപോലെ തന്നെ വാൻഡ. ഓർക്കിഡ് നിങ്ങളുടെ ഒരുവിധം എല്ലാവരുടെയും പൂന്തോട്ടത്തിലൊക്കെ ഓർക്കിഡ്സ് കാണാം അല്ലെ? ഓർക്കിഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് നമ്മൾ മണ്ണിലാണോ കുഴിച്ചിടുക? അല്ല, ഏതെങ്കിലും ഒരു പ്ലാന്റും അല്ലെങ്കിൽ ഒരു മരത്തും എങ്ങാനും നമ്മൾ അതിനെ കെട്ടിവെച്ച് കൊടുക്കുക, അങ്ങനെയായിരിക്കും നമ്മൾ ഓർക്കിഡിനെയൊക്കെ വളർത്തുന്നുണ്ടാകാം. അതുപോലെ വാൻഡ നിങ്ങൾക്ക് കണ്ടറിയാം, ഏതെങ്കിലും ഒരു മാവും എങ്ങാനും ഈ ഒരു വാൻഡ പറ്റിപ്പിടിച്ച് വളരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ ഒരു മാവുമ്മയാണ് വാൻഡ കാണുന്നതെങ്കിൽ ആ മാവിനെയാണ് നമ്മൾ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ഒരു ഓർക്കിഡ് ആയാലും വാൻഡ ആയാലും അത് ഏത് മരത്തുമ്മയാണോ കാണുന്നത് ആ ഒരു മരത്തിനെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ് പ്ലാന്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വാക്ക് കാണാൻ പറ്റും, ഹോസ്റ്റ് പ്ലാന്റ്. ഇനി നമ്മൾ എഴുതിയത് വായിക്കാം.
The small roots help the vanda to grow by clinging on to the tree. ഓക്കെ, അതായത് ഇവിടെ ഒരു റൂട്ടിന്റെ പേര് പറഞ്ഞിരുന്നു, സ്മോൾ റൂട്ട്, കുഞ്ഞു റൂട്ട്. കുഞ്ഞു റൂട്ട് നമ്മുടെ വാൻഡയ്ക്ക് ഉണ്ട്. ഈ വാൻഡയ്ക്ക് എന്തിനാണ് ഈ കുഞ്ഞു റൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് വളരുന്ന മരത്തുനിന്ന് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലിങ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്മോൾ റൂട്ട്സ് ഉള്ളത്. അതേപോലെ തന്നെ മറ്റൊരു റൂട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്, തിക്ക് റൂട്ട്. എന്തിനാണ് സ്മോൾ റൂട്ട് ഉള്ളപ്പോ പിന്നെ തിക്ക് റൂട്ട്? തിക്ക് റൂട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്മോൾ റൂട്ട് എന്തിനാണ്? ക്ലിങ്കിങ് ഓൺ ടു ദ ട്രീ, ട്രീയുമ്മ ക്ലിങ് ചെയ്തിരിക്കാനാണ്, അള്ളി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തിക്ക് റൂട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറ്റ്സ് ഫോർ അബ്സോർബ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ, അതായത് ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിക്ക് റൂട്ട് ഈ പറഞ്ഞ എപ്പിഫൈറ്റ്സിന് ഉള്ളത്. ഓക്കെ, they depend upon, ഇനി മറ്റൊരു പോയിന്റ് ആണ്, they depend on host plants only for habitat. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവര് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഓർക്കിഡ് ഒരു അരക്കനെറ്റുമ്പോ ഒരു കവുങ്ങും എങ്ങാനും നിങ്ങൾ ഒരു ഓർക്കിഡിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ ഓർക്കിഡ് ഒരിക്കലും ആ കവുങ്ങിൽ നിന്ന് എന്താണ് അതിന്റെ ആ കവുങ്ങിന്റെ വാട്ടറോ കവുങ്ങിൽ നിന്ന് വെള്ളമോ അതല്ലെങ്കിൽ മിനറൽസോ ന്യൂട്രിയൻസോ ഫുഡോ ഒന്നും എടുക്കില്ല. ഓക്കെ, ജസ്റ്റ് അവർക്ക് അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് പിടിച്ച് വളരാൻ വേണ്ടി മാത്രമാണ്, ഒരു ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രമാണ് ഈ ഓർക്കിഡ് ഈ പറഞ്ഞ ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, സോ അത്തരം പ്ലാന്റ്സിനെയാണ് എപ്പിഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് മറ്റൊരു ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹാബിറ്റാറ്റിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർക്കിഡ് നമ്മളൊരു മാംഗോ ട്രീമ വളർത്തിയാലോ ഒരു അരക്കനെട്ടുമ വളർത്തിയാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അത് ആ ഒരു പ്ലാന്റിന് ഒരു ഹാംഫുള്ളും അല്ല. കാരണം ആ ഒരു പ്ലാന്റിൽ നിന്ന് അവർ വാട്ടറോ അല്ലെങ്കിൽ എന്താ മിനറൽസോ ന്യൂട്രിയൻസോ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടി ഒരു ഹാബിറ്റാറ്റ് മാത്രമാണ് ആ ഹോസ്റ്റ് പ്ലാന്റ്. അത്തരം പ്ലാന്റ്സിനെയാണ് നമ്മൾ എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എപ്പിഫൈറ്റ്സ് എന്താണെന്ന് പഠിക്കുക. എന്താണ് എപ്പിഫൈറ്റ്സ്? അതിനുള്ള എക്സാമ്പിൾസ് ഒരു 2 പഠിച്ചു വെക്കുക. പിന്നെ ഈ വാൻഡ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിന്റെ പ്രത്യേകതകൾ, സ്മോൾ റൂട്ട് ഉണ്ട്, അവർക്ക് തിക്ക് റൂട്ട് ഉണ്ട്. സ്മോൾ റൂട്ട് എന്തിനാണ്? ക്ലിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ്. തിക്ക് റൂട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇവര് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹാബിറ്റാറ്റിന് വേണ്ടിയിട്ടാണ്, അവർക്ക് അതൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, വളരാൻ വേണ്ടി ഒരു സ്ഥലം, അത്രയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ അത്തരം പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് എപ്പിഫൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു വിഭാഗത്തിലേക്കാണ് കടക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെമി പാരസൈറ്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഇവർ ടോട്ടൽ പാരസൈറ്റ്സ് അല്ല അല്ലെ, സെമി, അതായത് പകുതി പാരസൈറ്റ്സ് എന്നാണ് പറയുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ലൊറാന്തസ്. സോ ലൊറാന്തസ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, ഇത്തിൽ കണ്ണി എന്ന് പറയും. ഒരുവിധപ്പെട്ടവരുടെ വീട്ടിലും മാവും ഒക്കെ ഇങ്ങനെ പിടിച്ച് വളരുന്ന ആൾക്കാരാണ് ഈ ലൊറാന്തസ്, ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. ഇനി ഇവരെ സെമി എന്ന് വിളിക്കാനുള്ള കാരണം ഇതിന് മുന്നിൽ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുൻപിൽ ഇവരൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പാരസൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മുമ്പിൽ സെമി എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിന് കാരണം ഇവര് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കും. ലൊറാന്തസ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ്. സ്വന്തമായി ഇവര് ഫുഡ് ഉണ്ടാക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള വാട്ടർ, ഓക്കെ, വെള്ളം വേണം. ആ വെള്ളം ആയിക്കോട്ടെ മിനറൽസ് ആയിക്കോട്ടെ അതെല്ലാം ഈ പറഞ്ഞ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു മാവ്, ആ മാവിനെയാണ് നമ്മൾ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഒരു മാവാണ് നമ്മുടെ ഹോസ്റ്റ് പ്ലാന്റ്. ഇവിടെ ആ മാവുമ്മ ലൊറാന്തസ് വളരാണ്, ഇത്തിൽ കണ്ണി വളരാണ്. ലൊറാന്തസ് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ ഫുഡ് ഉണ്ടാക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ മിനറൽസ് എല്ലാം ഈ ലൊറാന്തസിന് കിട്ടുന്നത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അത് വലിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? ഈ ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ടുള്ള മാംഗോ ട്രീയിൽ നിന്നാണ്. ഓക്കെ, മാവിൽ നിന്നാണ്. സോ അതുകൊണ്ടാണ് ഇവരെ നമ്മൾ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ therefore the plants like loranthus are called semi parasites. അതുകൊണ്ട് loranthus is an example for എന്താണ്? സെമി പാരസൈറ്റ്സ്. അപ്പോ എപ്പിഫൈറ്റിന് എക്സാമ്പിൾ എന്തായിരുന്നു? വാൻഡ ഓർ ഓർക്കിഡ് ആയിരുന്നു. അതുപോലെ സെമി പാരസൈറ്റ്സിന് എക്സാമ്പിൾ ആണ് ലൊറാന്തസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഈ ലൊറാന്തസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന് ഹാംഫുൾ ആണ്, നമ്മുടെ ഹോസ്റ്റ് പ്ലാന്റിന് ഹാംഫുൾ ആണ് കേട്ടോ. എപ്പിഫൈറ്റ്സ് ഒരിക്കലും, ഇവിടെ നമ്മൾ ഈ പഠിച്ച എപ്പിഫൈറ്റ്സ് ഒരിക്കലും ഹോസ്റ്റ് പ്ലാന്റിന് ദോഷം ചെയ്യുന്നില്ല.
കാരണം അത് ജസ്റ്റ് ഹോസ്റ്റ് പ്ലാന്റിന് ഒന്ന് നിൽക്കാൻ വേണ്ടി, ഒരു ഹാബിറ്റാറ്റിന് വേണ്ടി കൂടെ നിൽക്കുന്നതാണ്. ഓക്കെ, ഹോസ്റ്റ് പ്ലാന്റുമ വളരുന്ന ആ ഒരു ഓർക്കിഡ് ഓർ വാൻഡ എന്ന് പറയുന്ന എപ്പിഫൈറ്റ്സ് എല്ലാം ഹാബിറ്റാറ്റിന് വേണ്ടി നിൽക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അല്ലാതെ അവര് ഹോസ്റ്റ് പ്ലാന്റിന്റെ ഫുഡോ ന്യൂട്രിയൻസോ വാട്ടറോ ഒന്നും എടുക്കുന്നില്ല. പക്ഷെ നേരെ മറിച്ച് സെമി പാരസൈറ്റിലോട്ട് കടക്കുമ്പോൾ സെമി പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആ ഒരു ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടറും മിനറൽസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദോഷം ചെയ്യുന്നതാണ്, ആ ഒരു ഹോസ്റ്റ് പ്ലാന്റിന് ദോഷമാണ്. ഓക്കെ, ഹാർംഫുൾ ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ടീമാണ് ടോട്ടൽ പാരസൈറ്റ്സ്. മൊത്തത്തിൽ ഇവർ പാരസൈറ്റുകളാണ്, മൊത്തത്തിൽ ഇവർ പ്രശ്നക്കാരാണ്. അങ്ങനെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് കസ്ക്യൂട്ട. ഓക്കെ, കസ്ക്യൂട്ട എന്ന് പറയും. നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു നൂല് പോലെ, ഈ ഒരു യെല്ലോ ത്രെഡ് പോലെ കാണുന്നതാണ് ഈ കസ്ക്യൂട്ട എന്ന് പറയുന്നത്. അത് നിങ്ങൾ പാടത്തൊക്കെ കാണാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, പറമ്പിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് പാരസൈറ്റ് ആണ്. ഇവർ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഇവര് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കില്ല. ഇവരെല്ലാം ആ ഒരു ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ് വലിച്ചെടുക്കുക. മൊത്തത്തിൽ അങ്ങോട്ട് ഊറ്റി ജീവിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അപ്പൊ ഈ കസ്ക്യൂട്ട പ്ലാന്റിന് ഒരു റൂട്ട് ഉണ്ടായിരിക്കും. ആ റൂട്ടിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ന്യൂട്രിയൻസ് എല്ലാം ആ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ടോട്ടൽ പാരസൈറ്റ്സ് എന്നാണ് പറയാം. ഓക്കെ, സോ ഈ ഒരു കസ്ക്യൂട്ട ഏതെങ്കിലും ഒരു മരത്തുമ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുമോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ചെടിയുമെന്ന് ഉള്ള എല്ലാ ന്യൂട്രിയൻസും മിനറൽസും വാട്ടർ എല്ലാം ഇത് അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ ഹോസ്റ്റ് പ്ലാന്റിന് ഫുള്ളി ഹാർംഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കസ്ക്യൂട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം കാറ്റഗറിയിലുള്ള ഈ ഒരു പ്ലാന്റിനെ നമ്മൾ എന്താണ് ടോട്ടൽ പാരസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ? സോ ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ പിഗ്മെന്റ്സ് ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. അതിൽ നമ്മൾ 4 പിഗ്മെന്റ്സ് പറഞ്ഞു: ക്ലോറോഫിൽ, സാന്തോഫിൽ, കെരോട്ടിൻ, ആന്തോസയാനിൻ. ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഗ്രീൻ കളർ നൽകുന്നതാണ്. സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് യെല്ലോ കളർ നൽകുന്നതാണ്. ദെൻ കെരോട്ടിൻ ഓറഞ്ച് കളർ, യെല്ലോയിഷ് ഓറഞ്ച് കളർ നൽകുന്നതാണ്. ആന്തോസയാനിൻ റെഡ് കളർ നൽകുന്നതാണ്. ഇത് പഠിക്കാൻ നമ്മൾ ഒരു ക്ലൂ പറഞ്ഞിരുന്നു. ക്ലോറോഫിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഗ്രീൻ കളർ ആണെന്നുള്ളത്. സോ ക്ലോറോഫിൽ എന്താണ്? ഫുഡ് ഉണ്ടാക്കാൻ, ഒരു പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ടും ഏത് പിഗ്മെന്റ് വേണം? ക്ലോറോഫിൽ വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു പോയിന്റ് ആണ്. പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഫോട്ടോസിന്തസിസ്. ആ ഫുഡ് ഉണ്ടാക്കുന്ന ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് നടക്കണമെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. സോ പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഏത് പിഗ്മെന്റ് ആവശ്യമാണ്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് അവിടെ വേണം. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് സാന്തോഫിൽ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എക്സ്, ഇതൊരു ക്ലൂ, XYZ എന്ന് ഓർക്കാം. സാന്തോഫിൽ എന്ന് പറയുന്ന യെല്ലോ കളർ, എക്സ് കഴിഞ്ഞിട്ടാണല്ലോ വൈ വരുന്നത് ആൽഫബറ്റ്സിൽ. സോ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിട്ട് സാന്തോഫിൽ യെല്ലോ കളർ നൽകുന്ന പിഗ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാം. മൂന്നാമത് വരുന്നതാണ് കെരോട്ടിൻ, ഓറഞ്ച് കളർ നൽകും. ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ് കെരോട്ടിൻ. ഓർക്കാൻ ബുദ്ധിമുട്ടില്ല, കാരണം ക്യാരറ്റിന്റെ കളർ എന്താണ്? ഒരു ഓറഞ്ച് ആണ്, ഒരു യെല്ലോയിഷ് ഓറഞ്ച് എന്ന് പറയാം. അപ്പൊ ഒരു ഓറഞ്ച് കളർ ആണ് ക്യാരറ്റ് നൽകുന്ന കളർ. സോ കാരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് നൽകുന്ന കളർ എന്താണ്? ഓറഞ്ച്. നെക്സ്റ്റ് വരുന്നതാണ് ആന്തോസയാനിൻ നൽകുന്ന കളർ റെഡ് ആണ്. സോ ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആൻഡ് എന്ന് ഓർക്കാം. ഓക്കെ, ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ANT, ആൻഡ് കടിച്ചു കഴിഞ്ഞാൽ, അതായത് ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്ത് കളറാകും? കൈമക്കാകെ റെഡ് കളർ ആകും. സോ ആ ക്ലൂ വെച്ചിട്ട് നിങ്ങൾ ആന്തോസയാനിൻ നൽകുന്നത് റെഡ് കളർ ആണെന്ന് ഓർത്ത് വെക്കാം. സോ ഈ 4 പിഗ്മെന്റും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ് ആണ്. അതിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഒരു ഭാഗവും നമ്മൾ പഠിച്ചു. എന്താണ് സ്റ്റൊമാറ്റ? അതായത് ഈ പറഞ്ഞ ഗ്യാസുകളെല്ലാം അകത്തേക്കും പുറത്തേക്കും ഒക്കെ പോകണമെങ്കിൽ പ്ലാന്റ്സിന് ഒരു പോർ ഉണ്ട്, ഒരു മൈക്രോസ്കോപ്പിക് പോർ. മൈക്രോസ്കോപ്പിക്കൂടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു ഓട്ട. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറഞ്ഞ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിൽ നടക്കും. അതിൽ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ പ്ലാന്റ്സിൽ നോക്കുമ്പോൾ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ എക്സ്ട്രാ ഒരെണ്ണം വരുന്നതാണ് ഫോട്ടോസിന്തസിസ്. അതിൽ റെസ്പിറേഷനിൽ എന്താണോ നമ്മൾ പഠിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് റെസ്പിറേഷനിൽ ഓക്സിജൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റെസ്പിറേഷനിൽ കാർബൺ ഡയോക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫോട്ടോസിന്തസിസിൽ ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നത്. ദെൻ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് പകലാണ്, സൺലൈറ്റ് ഉള്ളപ്പോഴാണ്. ദെൻ റെസ്പിറേഷൻ നടക്കുന്നത് നൈറ്റ് ആണ്. ഓക്കെ, ഇരുട്ടത്താണ്.
സോ നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം. അവിടെ 3 കാര്യങ്ങൾ പഠിച്ചു. എപ്പിഫൈറ്റ് എന്താണ്, സെമി പാരസൈറ്റ് എന്താണ്, ടോട്ടൽ പാരസൈറ്റ് എന്താണ്. എപ്പിഫൈറ്റ്സിന് എക്സാമ്പിൾ ആയിരുന്നു ഓർക്കിഡും വാൻഡയും. അതുപോലെ അവർക്ക് സ്മോൾ റൂട്ട് ഉണ്ട്, ക്ലിങ് ചെയ്യാം, തിക് റൂട്ട്സ് ഉണ്ട്, മോയ്സ്ചർ ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോസ്റ്റ് പ്ലാന്റിന് ഇത് ദോഷമൊന്നും ചെയ്യില്ല, ഹാംഫുൾ അല്ല, ജസ്റ്റ് ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രമാണ് ഈ എപ്പിഫൈറ്റ്സ് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അടുത്തത് സെമി പാരസൈറ്റ് ആയിരുന്നു, അതിന് എക്സാമ്പിൾ ആയിരുന്നു ലൊറാന്തസ്. ഓക്കെ, ഇവിടെ എപ്പിഫൈറ്റ്സിന് എക്സാമ്പിൾ ഓർക്കിഡ് ആൻഡ് വാൻഡയാണ്. അതുപോലെ സെമി പാരസൈറ്റ്സിൽ ലൊറാന്തസ് ആണ് എക്സാമ്പിൾ. ഇവിടെ ഹോസ്റ്റ് പ്ലാന്റിന് ദോഷം ചെയ്യുന്നതാണ്, ഹാംഫുൾ ആണ് ഈ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ സ്വന്തമായി ഇവർ ഫുഡ് ഉണ്ടാക്കും, പക്ഷെ ആ ഫുഡിന് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള വാട്ടർ ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം അബ്സോർബ് ചെയ്യുന്നത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ്. ലാസ്റ്റ് വരുന്നതാണ് ടോട്ടൽ പാരസൈറ്റ്സ്. ടോട്ടൽ പാരസൈറ്റ്സിന് എക്സാമ്പിൾ ആയിരുന്നു കസ്ക്യൂട്ട. കസ്ക്യൂട്ടയിൽ വരുന്ന ഒന്നാണ്. കസ്ക്യൂട്ടാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് ഫുള്ള് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എല്ലാ ന്യൂട്രിയൻസും അതുപോലെ തന്നെ എന്താണ് വാട്ടർ, മിനറൽസ് ഇതെല്ലാം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് മൊത്തത്തില് ഹോസ്റ്റ് പ്ലാന്റിന് ഹാംഫുൾ ആണ് ഈ പറഞ്ഞ ടോട്ടൽ പാരസൈറ്റ്സ്. ഇനി അടുത്തത് നമുക്ക് ലെറ്റസ് ആസിസിലോട്ട് കിടക്കാം. First question, the plants with red colored leaves cannot prepare food by themselves. Do you agree? Why? അതായത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് നിങ്ങൾ ഗ്രീൻ കളർ ലീവ്സിലാണ് ക്ലോറോഫിൽ ഉള്ളതെന്ന് പഠിച്ചു. ക്ലോറോഫിൽ ഉണ്ടായാലാണ് അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പഠിച്ചു. സോ ചോദ്യം എങ്ങനെയാണ്, അതായത് ഈ പറഞ്ഞ റെഡ് കളേർഡ് ലീവ്സും കാണല്ലോ, അപ്പൊ ചുവന്ന ചീരയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അപ്പൊ ഈ ചുവന്ന ചീര ഉള്ള ലീവ്സിനൊന്നും ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഡു യു അഗ്രി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വരുന്നത് നോ, ഐ ഡു നോട്ട് അഗ്രി. നമ്മൾ അതിന് അഗ്രി ചെയ്യുന്നില്ല. കാരണം റെഡ് കളേർഡ് ലീവ്സ് ആണെങ്കിൽ കൂടിയും സ്റ്റിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കാരണം ഓൾ ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് യൂസിങ് ഗ്രീൻ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. സം റെഡ് കളേർഡ് ലീവ്സ് ഓൾസോ ഹാവ് ക്ലോറോഫിൽ. കാര്യം ഇവർക്ക് റെഡ് കളർ ലീഫ് ആണെങ്കിലും അവരിലും എന്ത് ഉണ്ടായിരിക്കും, ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് റെഡ് കളേർഡ് ലീഫിനും എന്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ക്ലോറോഫിൽ അവരില് ചെറിയ എമൗണ്ടിൽ ഉള്ളത് കൊണ്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. So even though the leaf looks like red, it still has chlorophyll inside to help make food by photosynthesis. Okay, clear ആയല്ലോ? And next വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതില് ചോദ്യം ഇതാണ്, what will happen to this food web if the number of frogs decrease? ഈ പറയുന്ന ഫ്രോഗിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇവിടെ ഇല്ല, ഫ്രോഗ് ഇല്ല എന്ന് വിചാരിക്കാം. എന്താണ്, ഗ്രാസ് ഹോപ്പറും മോസ്കിറ്റോന്റെ ഒക്കെ എണ്ണം കൂടും അല്ലെ? The insect like grasshoppers and mosquito will grow in number and harm plants. അപ്പോ തീർച്ചയായും ഗ്രാസ് ഹോപ്പർ ഒക്കെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഒക്കെ തിന്ന് പ്ലാന്റ്സ് ഇല്ലാണ്ടാവും. അതുപോലെ സ്നേക്ക് മേ നോട്ട് ഗെറ്റ് ഇനഫ് ഫുഡ്. ഈ പറഞ്ഞ ഫ്രോഗിനെ തിന്നുന്നത് സ്നേക്ക് ആണ്, അപ്പൊ സ്നേക്കിന് ഫ്രോഗിനെ കിട്ടാതാകും, അപ്പൊ സ്നേക്കിന് ഫുഡ് കിട്ടാതാകും. So the food chain will be disturbed. അപ്പൊ നമ്മൾ പഠിച്ച ആ ഒരു ഫുഡ് ചെയിൻ ആകെ ഡിസ്റ്റർബ്ഡ് ആവും. അതുപോലെ ഫ്രോഗ്സ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? Then third question എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു observe the illustration and complete the stages of gaseous exchange in plants. ഒരു illustration കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അറ്റ്മോസ്ഫിയറിക് എയർ enters the plant. അറ്റ്മോസ്ഫിയറിക് എയർ പ്ലാന്റിന്റെ ഉള്ളിലോട്ട് കയറാണ്. Second point, photosynthesis take place using carbon dioxide in the atmospheric air. Atmospheric airല് എന്താണ്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണ് നടക്കുന്നത്, ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഈ ഒരു ഓക്സിജൻ റിലീസ് ചെയ്യുന്നു ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് അല്ലെ, ഫോട്ടോസിന്തസിന്റെ ഫലമായി ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. Then fourth point, the plant also takes in oxygen from the air for respiration. Then respiration വേണ്ടി പറഞ്ഞ ഓക്സിജൻ ആരെടുക്കുന്നുണ്ട്, റെസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ് എടുക്കുന്നു. Then during respiration ഏത് ഗ്യാസ് ആണ് റിലീസ് ചെയ്യുന്ന എയറിലോട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അവിടെ gaseous exchange in പ്ലാന്റിൽ പഠിച്ച സെയിം കാര്യം ഇവിടെ പോയിന്റ്സ് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് നമുക്കത് എഴുതാം. ആ ഒരു സെയിം കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഈ ഒരു ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഫുള്ളി ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. സോ ഇതില് ഇപ്പൊ ഇന്നെടുത്ത ഭാഗത്തും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു ഹോൾ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു എവ്രിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.